ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ് പായിക്കാട്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം യുകാറ്റ്. ഈ വീഡിയോ ഇന്നാണ് ആരെങ്കിലും ആദ്യമായി കാണുന്നതെങ്കിൽ ഇതാണ് ആ പുസ്തകം. നിങ്ങൾ അത് വാങ്ങിക്കണം, വായിക്കണം. ഇതില്ലെങ്കിൽ ഒന്ന് വാങ്ങുക, അത് വായിക്കുക, അറിയുക. 527 ചോദ്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ നാം ആയിരിക്കുന്നത്? എന്തിനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്? നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ ഇഷ്ടമനുസരിച്ച് നന്മ ചെയ്ത് ജീവിച്ച് സ്വർഗത്തിലെത്തിച്ചിരിക്കുക. നാം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ആ ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലുക. എങ്ങനെ? ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച്, സൃഷ്ടിച്ച ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ ഇഷ്ടമനുസരിച്ച് നന്മ ചെയ്ത് ഈ ലോകത്ത് ജീവിച്ച് തിരിച്ച് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അരികിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. അവർണ്ണനീയമാണ് ദൈവസ്നേഹമെന്ന് പറയുന്നത്. നാം ഈ ലോകം തരുന്ന സന്തോഷവും സ്നേഹം പോലെയല്ല. ആരെങ്കിലും നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം പോലെയല്ല ആ സ്നേഹം. 1 യോഹന്നാൻ 3:1 ഇപ്രകാരം പറയുന്നുണ്ട്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിക്കുന്നത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ തന്നെയാണ്. അതാണ് ദൈവവചനം പറയുക. ഈ യുകാറ്റിൻ്റെ ആ 1-ാം അധ്യായത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ട് 1-2 കോട്ടിംഗ് ഒക്കെയുണ്ട്. ആ കോട്ട് അത് തെറ്റാതെ പ്രശസ്ത ഫ്രഞ്ച് സാഹിത്യകാരനായ ഗ്രന്ഥകാരനായ ജൂലിയൻ ഗ്രീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. തെറ്റാതെ ഞാൻ വായിക്കാം. ദൈവത്തിന് നിന്നിൽ എത്രമാത്രം താല്പര്യമുണ്ടെന്ന് ഒട്ടും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. ദൈവത്തിന് നിന്നിൽ എത്രമാത്രം താല്പര്യമുണ്ടെന്ന് ഒട്ടും സങ്കല്പിക്കാൻ സാധ്യമല്ല. ഭൂമിയിൽ മറ്റൊരാളും ഇല്ലാതിരുന്നാൽ എന്ന പോലെ അവിടുന്ന് നിന്നിൽ താല്പര്യം കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് ഈ ഭൂമിയിൽ മറ്റൊരാളില്ല ദൈവത്തിനെ സ്നേഹിക്കാൻ എന്നതുപോലെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ. അത്രമാത്രം ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. അപ്പം ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 2-ാമത്തെ ചോദ്യത്തിലേക്ക് നാം ഇന്ന് കടക്കുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്? എന്തുകൊണ്ടാണ്? ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത്? അത് ദൈവം സൃഷ്ടിച്ചതാണ് നമ്മെ. ദൈവം ഈ ഭൂമിയിലേക്ക് നമ്മെ അയച്ചതാണ്. എന്തുകൊണ്ടാണ്? 2-ാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്? വളരെ മനോഹരമായ ഉത്തരം, സ്വതന്ത്രവും നിസ്വാർത്ഥവുമായ സ്നേഹം മൂലം ദൈവം നമ്മെ സ്നേഹിച്ചു. സ്വതന്ത്രവും ഒരു സ്വാർത്ഥതയുമില്ല സ്നേഹത്തിൻ്റെ. നോക്കി, ഈ ഒരു പുറകിൽ കാണുന്ന ചിത്രം ഇതെൻ്റെ മകൾ വരച്ചതാണ്. അല്ലെങ്കിൽ ഒരു ശില്പി തൻ്റെ ശില്പം പണിയുമ്പോൾ എത്രമാത്രം താല്പര്യത്തോടെ ആ ശില്പത്തെ മനസ്സിൽ എടുത്തുകൊണ്ട് അതിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് സ്നേഹത്തോടെ, ഒരുപാട് സ്നേഹം കൊടുത്തുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആ ശില്പം ചെയ്യുമ്പോഴാണ് ആ ശില്പം, നമ്മൾ കേട്ടിട്ടില്ലേ, ജീവനുള്ള പ്രതിമയായിട്ട് തോന്നുന്നില്ലേ? ജീവനുള്ള ആ പ്രതിമ കണ്ടാൽ, ആ ഒരു ശില്പം കണ്ടു കഴിഞ്ഞാൽ ജീവനുള്ളതായിട്ട് തോന്നുകയില്ലേ? ഒരു ചിത്രം കണ്ടാൽ എന്താ, ജീവൻ തുടിക്കുന്ന ചിത്രമായി തോന്നുകയില്ല? അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ അത്രമാത്രം ശ്രദ്ധയോടും കരുതലോടും സ്നേഹം കൊടുത്തുകൊണ്ടും ഒക്കെ സൃഷ്ടിക്കപ്പെടുന്ന, വരയ്ക്കുന്ന ചിത്രം, നിർമ്മിക്കുന്ന ശില്പം എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ നിസ്വാർത്ഥമായ സ്നേഹം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. നിസ്വാർത്ഥമായ സ്നേഹം മൂലം ദൈവം നമ്മെ സൃഷ്ടിച്ചു. അതിൻ്റെ ആ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് പോകുന്നത്, ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ സ്നേഹിക്കുമ്പോൾ അവൻ്റെ ഹൃദയം കവിഞ്ഞൊഴുകുന്നു. ശരിക്കും സ്നേഹിക്കുമ്പോൾ അവൻ്റെ ഹൃദയം കവിഞ്ഞൊഴുകുന്നു. തൻ്റെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അവന് ഇത് ആ ഒരു കൃപ, ആ ഒരു കഴിവ് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതായത് ദൈവം നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹം, അതായത് തൻ്റെ സ്നേഹം മുഴുവൻ, സ്നേഹം നിറയുമ്പോൾ അത് കവിഞ്ഞൊഴുകും, അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അത് പങ്കുവയ്ക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അവന്
ഇത് തൻ്റെ സൃഷ്ടാവിൽ നിന്ന് ലഭിക്കുന്നതാണ്. ദൈവം ഒരു രഹസ്യമാണെങ്കിലും നമുക്ക് അവിടുത്തെക്കുറിച്ച് മാനുഷിക രീതിയിൽ ചിന്തിക്കാനും ഇപ്രകാരം പറയാൻ കഴിയും. അതായത് നമ്മുടെ വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയുന്നത് ഇങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ്. തൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചു. ഞാൻ അതാണ് പറഞ്ഞത്. ദൈവം സൃഷ്ടിച്ചത്, ആദത്തെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ എല്ലാ കഴിവും തൻ്റെ എല്ലാ സ്നേഹവും നിറച്ചുകൊണ്ടാണ് ആദത്തെ സൃഷ്ടിച്ചത്. എന്നതുപോലെ ജൂലിയൻ ഗ്രീൻ എന്ന ഗ്രന്ഥകാരൻ പറയുന്നത് പോലെ മറ്റൊരാളും ഈ ഭൂമിയിൽ ദൈവത്തിനെ സ്നേഹിക്കാനില്ല. അതുപോലെയാണ് സ്നേഹം. അപ്പം തൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചു. തൻ്റെ സ്നേഹത്തിൻ്റെ സൃഷ്ടികളായ നമ്മോട് തൻ്റെ അനന്തമായ സന്തോഷം പങ്കുവയ്ക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. തൻ്റെ സൃഷ്ടികളോട് തൻ്റെ അനന്തമായ സ്നേഹം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. 1 യോഹന്നാൻ 3:1. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. ഞാനും നിങ്ങളുമൊക്കെ ദൈവമക്കളാണ്. നാം അങ്ങനെ തന്നെയാണ് താൻ. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ യുവജനങ്ങളെ മാത്രമല്ല, ആരെങ്കിലുമൊക്കെ ഇന്ന് കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അവർക്ക് ഈ പുസ്തകത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ചൊക്കെ അറിയാനിടയാകട്ടെ. ആധികാരികമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നതെങ്കിലും ഈ പുസ്തകം വായിക്കാനായിട്ടൊരാഗ്രഹം എന്നിൽ, ഇത് നിങ്ങളുമായി പങ്കുവയ്ക്കണം എന്നൊരാഗ്രഹം എന്നിൽ ഉണ്ടായിരുന്നു. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു മനോഹരമായ ദിവസം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ആമേൻ.